الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدًا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أوصيكم وإياي أولا بتقوى الله അല്ലാഹു സുബ്ഹാനഹു വ തആലയെ സൂക്ഷിച്ചുകൊണ്ടും അവൻ്റെ നിയമനിർദ്ദേശങ്ങളൊക്കെയും പാലിച്ചുകൊണ്ടും തന്നെ കഴിവിൻ്റെ പരമാവധി ജീവിക്കാൻ പരിശ്രമിക്കണമേ എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിനുള്ള തൗഫീഖ് നമുക്ക് ഓരോരുത്തർക്കും ഏകി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമീൻ. പ്രിയ സത്യവിശ്വാസി സഹോദരങ്ങളെ, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന മഹത്തായ കലിമത്തിൻ്റെ വമ്പിച്ച ശ്രേഷ്ഠതയും മഹത്വവും പ്രാധാന്യവുമൊക്കെ അള്ളാഹുവിൻ്റെ അനുഗ്രഹത്താൽ നാം മനസ്സിലാക്കി. എത്രയേറെ വിശദീകരിച്ചാലും വിശദീകരിച്ചൊരു പൂർണ്ണതയിലെത്തിക്കാൻ പറ്റാത്തത്ര വിശാലമാണ് ലാ ഇലാഹ ഇല്ലല്ലാ എന്ന കലിമത്തിന്റെ പ്രാധാന്യം എന്ന് നമ്മൾ പറഞ്ഞിരുന്നു. അതിൽ വളരെ പ്രധാനപ്പെട്ടതാണ് അള്ളാഹുവിൻ്റെ അടുക്കൽ മുസ്ലിമായി ഒരുവനെ രേഖപ്പെടുത്തണമെങ്കിൽ ഈ കലിമത്ത് അതിൻ്റെ യഥാർത്ഥ അർത്ഥവും ആശയവും മനസ്സിലാക്കി അവൻ്റെ നാവ് കൊണ്ട് അവൻ ഉച്ചരിക്കണം എന്നത്. അപ്പോഴാണ് അവൻ അള്ളാഹുവിൻ്റെ അടുക്കൽ മുസ്ലിമായി പരിഗണിക്കപ്പെടുക. അപ്പൊ അതിൻ്റെ അർത്ഥവും ആശയവും കൃത്യമായി നേരാവണ്ണം നാം മനസ്സിലാക്കണം. അതിലേറെ മുസ്ലിമായി ജീവിച്ച് മരിക്കാൻ നാം എല്ലാവരും ആഗ്രഹിക്കുന്നുണ്ട്. ഇസ്ലാം മുസ്ലിം എന്ന വളയത്തിന്റെ ഉള്ളിലായിക്കൊണ്ട് തന്നെ മരിക്കണം എന്ന് ആഗ്രഹിക്കുന്ന ഒരുവൻ
അതിന് വേണ്ട അറിവ്, എന്ത് പണിയാണ് ഞാൻ ചെയ്യേണ്ടത്, എന്ത് അറിവാണ് എൻ്റെ അടുക്കൽ ഉണ്ടാകേണ്ടത്, ഒരു മുസ്ലിമായി തന്നെ മരിക്കാൻ എന്നറിയണം. അത് ഈ ലാ ഇലാഹ ഇല്ലല്ലയ്ക്ക് കോട്ടം സംഭവിക്കാത്തത് ജീവിതത്തിൽ ഉണ്ടാകാതെ ജീവിക്കുമ്പോഴാണ് അതിന് സാധിക്കുക. അപ്പൊ അങ്ങനെ നോക്കുമ്പോൾ ലാ ഇലാഹ ഇല്ലല്ലയുടെ അർത്ഥവും ആശയവും നമ്മൾ മനസ്സിലാക്കണം. അത് മനസ്സിലാക്കിയാലാണ് അതിൽ ഉറച്ചു നിന്ന് നമുക്ക് മരണം വരെ ജീവിക്കാൻ കഴിയുള്ളൂ. അപ്പൊ അതുകൊണ്ടൊക്കെയും പിന്നെ അതിലുപരി കഴിഞ്ഞ ഖുതുബയിൽ നാം സൂചിപ്പിച്ച അതിൻ്റെ എല്ലാ ശ്രേഷ്ഠതകളും അതിൻ്റെ എല്ലാ മഹത്വങ്ങളും അതൊക്കെയും ലഭിക്കണമെങ്കിൽ അതിൻ്റെ അർത്ഥവും ആശയവും മനസ്സിലാക്കിക്കൊണ്ട് അത് ഉച്ചരിക്കണം. അവനെ അത് ഉപകരിക്കുകയുള്ളൂ. നാം പറഞ്ഞു, അല്ലാത്ത പക്ഷം മുനാഫിഖീങ്ങളും പറഞ്ഞതാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ്, പക്ഷെ അവർക്ക് ഉപകരിച്ചില്ല. അപ്പൊ ലാ ഇലാഹ ഇല്ലല്ലാഹ് നമ്മിലേക്ക് എത്തിച്ച റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അത് സഹാബാക്കൾക്ക് പറഞ്ഞു കൊടുക്കുമ്പോൾ റസൂലുള്ളാഹിന്റെ പ്രബോധിത സമൂഹത്തിന് ലാ ഇലാഹ ഇല്ലല്ലയിലേക്ക് റസൂലുള്ള ക്ഷണിച്ചപ്പോ ആ ലാ ഇലാഹ ഇല്ലല്ല കൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഉദ്ദേശിച്ച ഒരു ഉദ്ദേശമുണ്ടായിരുന്നു. അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രബോധിത സമൂഹത്തിന് കൃത്യമായി ഒരു വിശദീകരണങ്ങളുടെയും ആവശ്യമില്ലാതെ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞപ്പോ അന്നത്തെ മക്ക മുശ്രികൾക്ക് വളരെ കൃത്യമായി മനസ്സിലായി ഇത് ഈ ക്ഷണം എങ്ങോട്ടാണ് കൊണ്ടുപോകുന്നത് എന്ന്. ഈ മുഹമ്മദിന്റെ ക്ഷണം, ഈ ലാ ഇലാഹ ഇല്ലല്ലാഹ് കലിമത്ത് കൊണ്ട് മുഹമ്മദ് ഉദ്ദേശിക്കുന്നത് എന്താണ് എന്ന് അവർക്ക് ഒരൊറ്റ ക്ഷണത്തോടു കൂടി തന്നെ കാര്യം കൃത്യമായി. അതുകൊണ്ട് തന്നെ അവർ ആ ലാ ഇലാഹ ഇല്ലല്ലയെ തിരസ്കരിച്ചു, സ്വീകരിച്ചില്ല. ഒരു കൂട്ടർ സ്വീകരിച്ചു, അള്ളാഹു ഹിദായത്ത് നൽകി. ഒരു കൂട്ടർക്ക്, മറ്റൊരു കൂട്ടർ ളലാലത്തിലായി തന്നെ തുടർന്നു. അപ്പൊ ആ ലാ ഇലാഹ ഇല്ലല്ലാഹ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു കൊടുത്തപ്പോ അവർക്ക് മനസ്സിലായ ഒരു ലാ ഇലാഹ ഇല്ലല്ലാഹ് ഉണ്ടല്ലോ, ആ ലാ ഇലാഹ ഇല്ലല്ലാഹ് നമുക്ക് മനസ്സിലാക്കണം. അള്ളാഹുവും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇത് പറഞ്ഞപ്പോ എന്താ ഉദ്ദേശിച്ചത്, അത് നമുക്ക് മനസ്സിലാവണം. അത് മനസ്സിലാക്കി വേണം നാം ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ഉച്ചരിക്കാൻ. എന്താ ലാ ഇലാഹ ഇല്ലല്ലാഹ്? സഹോദരങ്ങളെ, ഖേദരം എന്ന് പറയട്ടെ, അതിന്റെ യഥാർത്ഥ ഉദ്ദേശവും ആശയവും മനസ്സിലാക്കാതെ എത്രയോ മുസ്ലിം നാമധാരികളാണ് ഇന്ന് നമ്മുടെ ഈ കൊച്ചു കേരളത്തിൽ തന്നെ ജീവിച്ചു കൊണ്ടിരിക്കുന്നത്. എന്താ ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ അർത്ഥം? ലാ ഇലാഹ ഇല്ലല്ലാഹ്, ആരാധനയ്ക്ക് അർഹനായി അല്ലാഹു അല്ലാതെ മറ്റാരുമില്ല. ആരാധനയ്ക്ക് അർഹനായി അല്ലാഹു മാത്രം. ആരാധനകൾ അർപ്പിക്കാൻ അർഹനായ ഒരുവൻ അല്ലാഹു മാത്രം. അതാണ് ലാ ഇലാഹ ഇല്ലല്ലയുടെ സാക്ഷാൽ അർത്ഥം. എന്റെ മുമ്പിലിരിക്കുന്ന പല സഹോദരങ്ങളും ഒരുപക്ഷെ മറ്റ് പല തൗഹീദി സദസ്സുകളിലും ഇരിക്കാൻ ഭാഗ്യം ലഭിച്ചത് കൊണ്ട് ഒരു വേള കൃത്യമായി അതിന്റെ അർത്ഥം കേട്ടവരായിരിക്കാം. എന്നാൽ എത്രയോ മുസ്ലിം നാമധാരികൾ എത്രയാണ് ലാ ഇലാഹ ഇല്ലല്ലയുടെ അർത്ഥം അറിയില്ല. അവർ ലാ ഇലാഹ ഇല്ലല്ലയെ കുറിച്ച് മനസ്സിലാക്കി വെച്ചത് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ നന്മകളൊക്കെ ചെയ്ത് ജീവിക്കുക എന്നാണ്. വേറെ ചിലർക്ക് അത് പിന്നെ അള്ളാഹുവിനെ പുകഴ്ത്തുന്ന ഒരു വാചകം, സുബ്ഹാനല്ലാഹ് പോലെ, അൽഹംദുലില്ലാഹ് പോലെ. മറ്റു ചിലർക്ക് ലാ ഇലാഹ ഇല്ലല്ലയുടെ പ്രാധാന്യം അത് ദീനില് പ്രവേശിക്കാൻ ആവശ്യമായ ഒന്നാണെന്ന പോലും അറിവില്ലാതെ മുസ്ലിം നാമധാരികളായി സർട്ടിഫിക്കറ്റുകളിൽ മാത്രം ഇസ്ലാമിന് ഒതുക്കി ജീവിക്കുന്ന എത്രയോ മനുഷ്യരാണ്. നഊദു ബില്ലാഹ്. അങ്ങനെ അതിന്റെ അർത്ഥവും അനിവാര്യമായ ഒരു മുസ്ലിം അറിയേണ്ട കാര്യങ്ങൾ അറിയാതെ ഈ ദുനിയാവിൽ നിന്ന് ജീവിച്ചു പോകുന്നതിൽ നിന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞാൽ ആരാധനയ്ക്ക് അർഹനായി അല്ലാഹു അല്ലാതെ മറ്റാരുമില്ല എന്നാണ്. സൃഷ്ടാവായി അല്ലാഹു അല്ലാതെ മറ്റാരുമില്ല എന്നല്ല. അന്നദാതാവായി അല്ലാഹു അല്ലാതെ മറ്റാരുമില്ല എന്നല്ല. ഈ ആകാശത്തെയും ഭൂമിയെയും പടച്ചത് അല്ലാഹു അല്ലാതെ മറ്റാരുമില്ല എന്നല്ല. മറിച്ചോ ആരാധനകൾ കൊടുക്കേണ്ടത്, ആരാധനകൾ അർപ്പിക്കേണ്ടത് അത് അല്ലാഹുവിലേക്ക് മാത്രമാണ് എന്നാണ്. ലാ ഖാലിഖ ഇല്ലല്ലാഹ് എന്നല്ല, ലാ റാസിഖ ഇല്ലല്ലാഹ് എന്നല്ല. അതായിരുന്നുവെങ്കിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ മക്ക മുശ്രിക്കുകൾ വളരെ ആദരവോടെ സ്വീകരിക്കുമായിരുന്നു.
കാരണം അവര് സമ്മതിച്ചതാണ്. സൃഷ്ടാവ് അള്ളാഹു ആണെന്ന് അവര് സമ്മതിച്ചതാണ്. അന്നദാതാവ് അള്ളാഹു ആണെന്ന് അവര് സമ്മതിച്ചതാണ്. ആകാശ ഭൂമികളെ സൃഷ്ടിച്ചത് അള്ളാഹു ആണെന്ന് അവര് സമ്മതിച്ചതാണ്. പിന്നെ എന്താണ് അവർക്ക് തെറ്റിയത്? ആ അള്ളാഹുവിന് മാത്രമേ പ്രാർത്ഥനകൾ അർപ്പിക്കാവൂ, ആ അള്ളാഹുവിന് മാത്രമേ ആരാധനകൾ അർപ്പിക്കാവൂ എന്ന് പറഞ്ഞപ്പോൾ അവർ അതിനെ നിഷേധിച്ചു. അപ്പൊ ലാ ഇലാഹ ഇല്ലല്ലയുടെ അർത്ഥം അതാണ്. ആരാധനകൾ അർപ്പിക്കാൻ അർഹൻ അള്ളാഹു മാത്രം. സൃഷ്ടാവ് അള്ളാഹു മാത്രമേ ഉള്ളൂ, അന്നദാതാവ് അള്ളാഹു മാത്രമേ ഉള്ളൂ. പക്ഷെ ലാ ഇലാഹ ഇല്ലല്ലയുടെ അർത്ഥം സൃഷ്ടാവ് അള്ളാഹു മാത്രമേ ഉള്ളൂ എന്നല്ല, അന്നദാതാവ് അള്ളാഹു മാത്രമേ ഉള്ളൂ എന്നല്ല, ലോകത്തിനെ നിയന്ത്രിക്കുന്നവൻ അള്ളാഹു മാത്രമാണെന്നല്ല ലാ ഇലാഹ ഇല്ലല്ലയുടെ അർത്ഥം. ലാ ഇലാഹ ഇല്ലല്ലയുടെ അർത്ഥം ആരാധനകൾ നമ്മൾ അർപ്പിക്കേണ്ടത്, ആരാധനകൾക്ക് അർഹനായിട്ടുള്ളവൻ അത് അള്ളാഹു മാത്രമാണ് എന്നാണ് ലാ ഇലാഹ ഇല്ലല്ലാ എന്ന പദത്തിന്റെ അർത്ഥം. ലാ ഇലാഹ, ഒരു ഇലാഹുമില്ല. ഇലാഹ് എന്ന് പറഞ്ഞാൽ ആരാധിക്കപ്പെടുന്നത് എന്നാണ്. മഅ്ലൂഹ്, മഅബൂദ്, അബദ യഅബുദു മഅബൂദ്, ആരാധിക്കപ്പെടുന്നത് ലാ ഇലാഹ, ഒന്നും ആരാധിക്കപ്പെടുന്ന ഒന്നുമില്ല. ലാ ഇലാഹ, എല്ലാത്തിനെയും നിഷേധിക്കുകയാണ്. ഇല്ലല്ലാ, അള്ളാഹു അല്ലാതെ. അപ്പൊ അള്ളാഹു അല്ലാതെ ഇവിടെ ആരാധിക്കപ്പെടുന്ന ഒരുപാടുണ്ടല്ലോ, അതൊക്കെയോ? ആരാധിക്കപ്പെടുന്നത് ഒരുപാടുണ്ട്, എന്നാൽ ആരാധനകൾ അർപ്പിക്കാൻ അർഹതപ്പെട്ടത് ഹക്കായ ആരാധ്യൻ അത് അള്ളാഹു മാത്രം. അറബി ഭാഷ വ്യാകരണം പഠിച്ചവർക്കറിയാം, ലാ ഇലാഹ ലാ അന്നാഫിയത്തു ലിൽ ജിൻസാണ്. ആ പേര് പറയുന്ന എന്തൊരു കാര്യത്തെ പറ്റിയാണോ ശേഷം പറയുന്നത്, ആ പേരിൽ ഉൾക്കൊള്ളുന്ന മുഴുവൻ വർഗത്തെയും നിഷേധിക്കും. ലാ ഇലാഹ, ഇലാഹായി ആരാധിക്കപ്പെടുന്നതായി എന്തൊക്കെയുണ്ടോ അതിനെയൊക്കെ നിഷേധിച്ചു. ലാ ഇലാഹ. അപ്പൊ അതിനൊരു ഖബർ, വാർത്ത പറയുന്നുണ്ടാവും, ഹഖുൻ, അതവിടെ കളയപ്പെട്ടിട്ടുണ്ട്, അതവിടെ സങ്കല്പിക്കണം. ലാ ഇലാഹ ഹഖുൻ, അർഹനായി. അവിടെ നിന്നാണ് നമ്മൾ അർത്ഥം എടുത്തത്. നമ്മൾ മലയാളത്തിൽ പറയുമ്പോൾ പറയുമല്ലോ, ആരാധനയ്ക്ക് അർഹനായി അള്ളാഹു അല്ലാതെ മറ്റാരുമില്ല. നേരിട്ട് നോക്കിയാൽ കാണൂല ലാ ഇലാഹ, ആരാധനയില്ല, ഇല്ലല്ല, അള്ളാഹ് അല്ലാതെ. അള്ളാഹ് അല്ലാതെ ആരാധനയില്ല എന്ന വാക്കർത്ഥത്തിൽ നിന്ന് നേരിട്ട് നോക്കുമ്പോൾ കാണുള്ളൂ. എന്തില്ല എന്ന് അള്ളാഹ് അല്ലാതെ ആരാധിക്കപ്പെടാൻ അർഹതയില്ലെന്നാണ്. അവിടെ ഒരു ഹഖുൻ എന്നത് കളയപ്പെട്ടിട്ടുണ്ട്. ലാ ഇലാഹ ഹഖുൻ, ലാ മഅബൂദ ഹഖുൻ ഇല്ലല്ലാഹ്, അള്ളാഹു അല്ലാതെ ആരാധനകൾ അർപ്പിക്കാൻ അർഹനായി മറ്റാരുമില്ല. അപ്പൊ ലാ ഇലാഹ എന്ന് പറയുന്നത് ഒരു നിഷേധത്തിന്റെ ഭാഗമാണ്, നിഷേധിക്കുകയാണ്. ലാ ഇലാഹ, മുഴുവൻ ആരാധിക്കപ്പെടുന്നതായി ഈ ദുനിയാവിൽ എന്തൊക്കെയുണ്ടോ, അത് മനുഷ്യനാകട്ടെ, മരമാകട്ടെ, മൃഗമാകട്ടെ, എന്ത് ആരാധിക്കപ്പെടുന്നതായി അള്ളാഹുവിന് പുറമെ എന്തിനെയൊക്കെ ആരാധിക്കുന്നുണ്ടോ അതിനൊക്കെ നിഷേധിക്കുക. ലാ ഇലാഹ. എന്താ നിഷേധിക്കുക? അതിനൊന്നും ആരാധന കൊടുക്കാൻ അർഹതയില്ല, ആരാധിക്കപ്പെടേണ്ടതല്ല അതൊന്നും. അതാണ് ലാ ഇലാഹ, ആരാധിക്കപ്പെടേണ്ടതല്ല, അതിന് അർഹതയില്ല. ലാ ഇലാഹ, എല്ലാത്തിനെയും നിഷേധിക്കുകയാണ്. അതൊരു നിഷേധത്തിന്റെ ഭാഗമാണ്. ഇല്ലല്ലാഹ്, അതൊരു സ്ഥിരീകരണത്തിന്റെ ഭാഗമാണ്. അവിടെ സ്ഥാപിക്കുകയാണ് എന്ത്? ആരാധനയ്ക്ക് അർഹൻ അള്ളാഹുവാണ്, അള്ളാഹു അല്ലാതെ ഇല്ല എന്ന്. അപ്പൊ അള്ളാഹുവിന് മാത്രമാണ് ഉള്ളത് എന്ന്, അള്ളാഹുവിന് മാത്രമേ ഉള്ളൂ. ആരാധനകൾ അർപ്പിക്കാൻ അർഹൻ അള്ളാഹു മാത്രമേ ഉള്ളൂ, ഹക്കായുള്ളവൻ അള്ളാഹു മാത്രമാണ്. അങ്ങനെ ഒരു സ്ഥിരീകരണമാണ് ഇല്ലല്ലാഹ് എന്നതിൽ അടങ്ങിയിട്ടുള്ളത്. അപ്പൊ ലാ ഇലാഹ ഒരു നിഷേധത്തിന്റെ ഭാഗമാണ്, ഇല്ലല്ലാഹ് ഒരു സ്ഥാപനത്തിന്റെ, ഒരു സ്ഥിരീകരണത്തിന്റെ ഭാഗമാണ്. ലാ ഇലാഹ മുഴുവൻ ആരാധ്യന്മാരെ നിഷേധിക്കുകയാണ്. ആ നിഷേധത്തിൽ അള്ളാഹു പുറത്തു പോകില്ല. ചിലരങ്ങനെ മനസ്സിലാക്കി, ലാ ഇലാഹ എന്നതിൽ നിഷേധിക്കുന്നതിൽ അള്ളാഹുവും പോവും, എല്ലാവരും നിഷേധിക്കും. കുഞ്ഞുനാളിലൊക്കെ ചിലരൊക്കെ ദഅവത്ത് ചെയ്യുമ്പോൾ ഞാൻ കേട്ടിട്ടുള്ളതാണ്, അറിവില്ലാതെ ലാ ഇലാഹ എന്നതിൽ നിന്ന് ഒരു ദഅവത്ത് ചെയ്യുന്ന സമയം തന്നെ മുഴുവൻ ഒരു പറയുകയാണ്, അതിൽ നിന്ന് അള്ളാഹുവിനെ നിഷേധിക്കണം, പിന്നെ ഇല്ലല്ലാഹ്, അള്ളാഹുവിനെ സ്ഥാപിക്കണം. അങ്ങനെയല്ല, കുഫ്രാണ്. അങ്ങനെ ഒരു കുഫ്രിലേക്ക് പോയിട്ട് പിന്നെ ഇസ്ലാമിലേക്ക് വരുന്ന രീതിയില്ല. ലാ ഇലാഹ എന്ന് പറയുമ്പോൾ ആ നിഷേധത്തിൽ അള്ളാഹു പെടൂല. അള്ളാഹു നമ്മുടെ മനസ്സിന്റെ ഉള്ളിലുണ്ട്, അള്ളാഹു ഇലാഹാണ്. എന്നാൽ അള്ളാഹുവിന് പുറമേയുള്ള മുഴുവൻ ആരാധ്യന്മാരെ നിഷേധിക്കുകയാണ്. ലാ ഇലാഹ നിഷേധം, ഇല്ലല്ലാഹ് സ്ഥാപനം, അള്ളാഹുവിന് മാത്രം. അപ്പൊ ലാ ഇലാഹ മുഴുവൻ ആരാധനകൾ അർപ്പിക്കുന്ന എന്തൊക്കെയുണ്ടോ അതിനൊക്കെ നിഷേധിക്കണം, അതിനൊന്നും അർഹതയില്ല. ലാ ഇലാഹ. പിന്നെയോ
അത് അള്ളാഹുവിന് മാത്രമാണ് അർഹത ഉള്ളത്, അള്ളാഹുവിന് മാത്രമേ അർപ്പിക്കാവൂ. ഇല്ലല്ലാ. അങ്ങനെ ഖുർആനിന്റെ ആയത്തുകളൊക്കെ പരിശോധിച്ചാൽ സഹോദരങ്ങളെ നമുക്ക് ഈ സത്യം ബോധ്യമാകും. സൂറത്തുൽ ബഖറ 2-ാം അധ്യായം 256-ാം വചനം. നമ്മൾ സാധാരണ പലപ്പോഴായി ഓതാറുള്ള ആയത്തുൽ കുർസിക്ക് തൊട്ട് ശേഷം വരുന്ന ആയത്ത്. എന്താണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത്? ഫമൻ യക്ഫുർ ബിത്താഗൂതി വയുമിൻ ബില്ലാഹ് ഫഖദ് ഇസ്തംസക ബിൽ ഉർവതിൽ വുസ്ഖാ. ഫമൻ ആര് യക്ഫുർ ബിത്താഗൂത്ത്, താഗൂത്തുകളെ, ദുർമൂർത്തികളെ, അല്ലാഹുവിന് പുറമെ ആരാധിക്കുന്നവരെ വെടിഞ്ഞോ, വയുമിൻ ബില്ലാഹ്, അല്ലാഹുവിൽ വിശ്വസിക്കുകയും ചെയ്തോ, ഫഖദ് ഇസ്തംസക ബിൽ ഉർവതിൽ വുസ്ഖാ, അവൻ ഉറപ്പുള്ള, അറ്റുപോകാത്ത, ബലവത്തായ ഒരു കയറിലാണ് പിടിച്ചിരിക്കുന്നത്. എന്താ കയറ്? ലാ ഇലാഹ ഇല്ലല്ലാഹ്. ഫമൻ യക്ഫുർ ബിത്താഗൂത്ത്, ആര് അള്ളാഹുവിന് പുറമെയുള്ള താഗൂത്തുകളെ, ദുർമൂർത്തികളെ വെടിഞ്ഞോ, അവിടെ ലാ ഇലാഹ വന്നു, നിഷേധത്തിന്റെ ഭാഗം. ലാ ഇലാഹ, മുഴുവൻ ആരാധ്യന്മാരെ നിഷേധിച്ചു. വയുമിൻ ബില്ലാഹ്, അള്ളാഹുവിൽ വിശ്വസിക്കുകയും ചെയ്തോ, ഇല്ലല്ലാ. ലാ ഇലാഹയുടെ 2-ാമത്തെ ഭാഗം ഇല്ലല്ലാ. തൗഹീദിന്റെ നിങ്ങൾ പരിഭാഷ എടുത്തിട്ട് ആയത്തുകളൊക്കെ പരിശോധിച്ചാൽ ഈ ഒരു നിഷേധത്തിന്റെ ഭാഗവും ഈ ഒരു സ്ഥാപനത്തിന്റെ ഭാഗം, അവിടെ ഒന്നും അള്ളാഹു സൃഷ്ടാവാണ് എന്നല്ല പരിചയപ്പെടുത്തിയത്. അള്ളാഹു റാസിഖാണ് എന്നതിലേക്ക് ഒരു ക്ഷണത്തിന്റെ ആവശ്യം ഖുർആനിലില്ല. പിന്നെയോ ആ അള്ളാഹുവിന് മാത്രമേ ആരാധനകൾ അർപ്പിക്കാവൂ എന്നാണ്. അങ്ങനെയാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല ഖുർആനിൽ ക്ഷണിച്ചത്. 17-ാം അധ്യായം സൂറത്തുൽ ഇസ്രാഇന്റെ 23-ാം ആയത്ത്. വഖദാ റബ്ബുക അല്ലാ തഅബുദൂ ഇല്ലാ ഇയ്യാഹ്. വഖദാ റബ്ബുക, നിന്റെ റബ്ബ് വിധിച്ചിരിക്കുന്നു, അല്ലാ തഅബുദൂ, നിങ്ങൾ ആരാധിക്കരുത്. ലാ ഇലാഹ വന്നു. ഇല്ലാ ഇയ്യാഹ്, അവനെ അല്ലാതെ, അഥവാ അള്ളാഹുവിനെ അല്ലാതെ. ഇല്ലല്ലാഹ് വന്നു. അള്ളാഹുവിനെ അല്ലാതെ വേറെ ആരെയും ആരാധിക്കരുതെന്ന് അള്ളാഹു കൽപ്പിച്ചിരിക്കുന്നു. സൂറത്തുൽ അൻആം 6-ാം അധ്യായം 19-ാം വചനം അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, ഖുൽ നബിയെ താങ്കൾ പറയണം, ഇന്നമാ ഹുവ ഇലാഹു വാഹിദുൻ, നിശ്ചയമായും അള്ളാഹു ഏകനായ ആരാധ്യനാണ്. ഇല്ലല്ലാ എന്ന ഭാഗം. വ ഇന്നനി ബരീഉം മിമ്മാ തുശ്രികൂൻ, നിങ്ങൾ എന്തിനെയൊക്കെ പങ്കു ചേർക്കുന്നുവോ അതിൽ നിന്നൊക്കെ ഞാൻ നിരപരാധിയാകുന്നു, ഞാൻ ഒഴിവാകുന്നു, ഞാൻ ബരി ആണ്. വ ഇന്നി ബരീഉം മിമ്മാ തുശ്രികൂൻ, ലാ ഇലാഹയുടെ ഭാഗം, നിഷേധത്തിന്റെ ഭാഗം. പിന്നെയോ 104-ാം അധ്യായം 104-ാമത്തെ ആയത്ത് സൂറത്ത് യൂനുസ് 10-ാം ആയത്തിൽ കാണാം, 10-ാമത്തെ വചനം. ഫലാ അഅ്ബുദു, ഞാൻ ആരാധിക്കൂല, അല്ലദീന തഅ്ബുദൂന മിൻ ദൂനില്ലാ, അല്ലാഹ്ക്ക് പുറമെ നിങ്ങൾ എന്തിനെയൊക്കെ ആരാധിക്കുന്നു അതിനൊന്നും ഞാൻ ആരാധിക്കൂല. ലാ ഇലാഹയുടെ നിഷേധത്തിന്റെ ഭാഗം. വലാകിൻ, എന്നാൽ, അഅ്ബുദുല്ലാഹ് അല്ലദീ യതവഫാക്കും, നിങ്ങളെ മരിപ്പിക്കുന്നവനായ അള്ളാഹുവിനെയാണ് ഞാൻ ആരാധിക്കുന്നത്. ഇല്ലല്ലാഹ്. അങ്ങനെ സഹോദരങ്ങളെ, ഒരു ഖുതുബയിൽ പറഞ്ഞാൽ തീരാത്തത്ര ആയത്തുകൾ ഈ വിഷയത്തിൽ ഖുർആൻ പരിശോധിച്ച് നമുക്ക് കാണാൻ പറ്റും. അപ്പൊ അവിടെയൊക്കെ ക്ഷണം എങ്ങോട്ടാണ്? അള്ളാഹു സുബ്ഹാനഹു വ തആല കൽപ്പിക്കുന്നത് എങ്ങോട്ടാണ്? പ്രാർത്ഥന, ആരാധന, അത് അള്ളാഹുവിന് മാത്രം അർപ്പിക്കണം എന്നതാണ്. അതാണ് ഇസ്ലാമിന്റെ കാതൽ. അതല്ലാതെ അള്ളാഹു മാത്രമാണ് സൃഷ്ടാവ് എന്നോ, അള്ളാഹു മാത്രമാണ് അന്നദാതാവ് എന്നോ, അള്ളാഹു മാത്രമാണ് ഈ ലോകത്തെ നിയന്ത്രിക്കുന്ന നിയന്താവ് എന്നോ എന്നതിലേക്ക് ക്ഷണിക്കാനല്ല. അതിനെ നിഷേധിച്ചിരുന്നില്ല, അത് എല്ലാവരും അംഗീകരിച്ച ഒരു കാര്യമാണ്. ഖുർആനിൽ തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല 29-ാം അധ്യായം സൂറത്തുൽ അൻകബൂത്തിന്റെ 61-ാം ആയത്തിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്, വല ഇൻ സഅൽതഹും മൻ ഖലഖസ് സമാവാതി വൽ അർദ വസഖറ ശംസ വൽ ഖമറ ലയഖൂലുന്നല്ലാഹ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ്, വല ഇൻ സഅൽതഹും, താങ്കൾ ഒന്ന് ചോദിച്ചു നോക്കണം അവരോട്. താങ്കൾ എങ്ങാനും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയുകയാണ്, മുശ്രിക്കുകളോട് ശിർക്ക് ചെയ്യുന്ന മുശ്രിക്കുകളോട് ഒന്ന് ചോദിച്ചു നോക്കണം, മൻ ഖലഖസ് സമാവാതി വൽ അർദ്, ആകാശങ്ങളും ഭൂമിയെയും സൃഷ്ടിച്ചതാരാണ്? വസഖറ ശംസ വൽ ഖമർ, സൂര്യനെയും ചന്ദ്രനെയും നിങ്ങൾ കീഴ്പ്പെടുത്തി തന്നവൻ ആരാണ്? അപ്പോൾ അവര് പറയും, ലയഖൂലുന്ന, അവര് പറയുക തന്നെ ചെയ്യും, അല്ലാഹ്, അത് അല്ലാഹു ആണ് എന്ന്. ഫഅന്നാ യുഫകൂൻ, പിന്നെ അവരെന്താ തെറ്റിച്ച് കളഞ്ഞത്? അപ്പൊ അവര് നിഷേധിച്ചിരുന്നില്ല, അള്ളാഹു ആണ് സൃഷ്ടാവ് എന്നതിന് അവര് നിഷേധിച്ചില്ല. അള്ളാഹു ആണ് അവർക്ക് മഴ വർഷിപ്പിച്ചത് എന്നതിന് അവര് നിഷേധിച്ചില്ല. അള്ളാഹു സുബ്ഹാനഹു വ തആലയാണ് അവർ കടലിലൂടെ സഞ്ചരിക്കുമ്പോൾ അപകടത്തിൽപ്പെട്ടാൽ അതിനെ രക്ഷിക്കുന്നതെന്ന് അവർ നിഷേധിച്ചിരുന്നില്ല. പിന്നെ അവർ എന്തിനെയാണ് സഹോദരങ്ങളെ നിഷേധിച്ചത്? അവർ നിഷേധിച്ചത് ആ അള്ളാഹുവിന് മാത്രമേ ആരാധനകൾ അർപ്പിക്കാവൂ,
ആ അള്ളാഹുവിന് മാത്രമേ പ്രാർത്ഥനകൾ അർപ്പിക്കാവൂ എന്നതിനെയാണ് അവർ നിഷേധിച്ചത്. നമ്മുടെ നാട്ടിലെ മലയാളികളായ ആൾക്കാരോട് ദഅവത്ത് ചെയ്ത് നോക്കിയാൽ നമുക്കറിയാം, അവർ വിശ്വസിക്കുന്ന ഒരു ശക്തി ഉണ്ടാവും. അവര് പല ദൈവങ്ങളെ അവർ വിശ്വസിച്ചാലും ആകാശത്തെ സൃഷ്ടിച്ച, ഭൂമിയെ സൃഷ്ടിച്ച, മഴ വർഷിപ്പിക്കുന്ന, ജനിപ്പിക്കുന്ന, മരിപ്പിക്കുന്ന ഒരു ശക്തി, എല്ലാത്തിനെയും കൺട്രോൾ ചെയ്യുന്ന ഓൾ ഇൻ ഓൾ ഒരു ശക്തി ഇല്ലെന്ന് ചോദിച്ചാൽ അവരും ആ ഒരു ശക്തി ഉണ്ട് എന്നുള്ളതിനെ സമ്മതിക്കും. അത് ദഅവത്തിന്റെ മേഖലയിലുള്ളവർക്ക് അത് പരിചയം ഉണ്ടാവും. ആ ഒരു ശക്തി അവര് സമ്മതിക്കും. അപ്പൊ മക്കാ മുശ്രിക്കുകൾ അതുപോലെ അള്ളാഹുവിന്റെ ദാത്തിനെ അവർ നിഷേധിച്ചിരുന്നില്ല. അള്ളാഹുവാണ് സൃഷ്ടാവ് എന്നതിനെ, അള്ളാഹുവാണ് അന്നദാതാവ് എന്നതിനെ, അള്ളാഹുവാണ് നിയന്താവ്, സർവം നിയന്ത്രിക്കുന്നത് അള്ളാഹുവാണ് എന്ന ഒരു വശത്തെ അവർ നിഷേധിച്ചിരുന്നില്ല. ആ അള്ളാഹുവിന് മാത്രമേ പ്രാർത്ഥനകൾ അർപ്പിക്കാവൂ എന്ന് പറഞ്ഞപ്പോഴാണ് അവർ നിഷേധിച്ചത്. അവർക്കും അവരുടേതായ നിസ്കാരം ഉണ്ടായിരുന്നു, അവർക്കൊരു ഹജ്ജ് ഉണ്ടായിരുന്നു, അവരുടേതായ ഒരു നോമ്പുണ്ടായിരുന്നു. അവരുടെ ഹജ്ജിൽ നമുക്ക് കാണാം, തൽബിയത്ത് അവർ പറയുമ്പോ അവര് പറയും ലബ്ബൈക ലാ ശരീക ലക് ഇല്ലാ ശരീകൻ ഹുവ ലക തംലികുഹു വമാ മലക. അവര് പറയും ലബ്ബൈക ലാ ശരീക ലക്, നിനക്ക് പങ്കുകാരില്ല. മക്ക മുശ്രിക്കുകളുടെ തൽബിയത്താണ്. ശേഷം അവരെന്ത് പറയും? ഇല്ല ശരീക്കൻ, ഒരു കൂട്ടരൊഴികെ. ഒരു കൂട്ടരുണ്ട്. ആദ്യം പങ്കുകാരില്ല എന്ന് പറഞ്ഞിട്ട് പറയും ഇല്ല ശരീക്കൻ, ഒരു കൂട്ടരുണ്ട്. അവരുടെ പ്രത്യേകത എന്താ? ഹുവ ലക്ക, അവർ നിനക്കുള്ളവരാണ്, നിന്റെ കീഴിലുള്ളവരാണ്. തംലിക്കുഹു, ആ പങ്കുകാർ, ആ ഒരു കൂട്ടർ ഉടമപ്പെടുത്തുന്നു. വമ മലക്ക, നീ എന്ത് ഉപമണപ്പെടുത്തിയത് അതിനെ അവർ ഉടമപ്പെടുത്തുന്നു. അതാ നിന്റെ കീഴിൽ, നിന്റെ അനുമതി പ്രകാരം നിന്റെ കീഴിൽ അവർ ഉടമപ്പെടുത്തുന്നു. അങ്ങനെ ഒരു കൂട്ടരുണ്ട് എന്ന് ചരിത്രത്തിൽ കാണാം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇവരുടെ ഈ തൽബിയത്തിൽ ലബ്ബൈക ലാ ശരീക ലക് എന്ന് പറയുമ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയും അത്രേ, ഖത്ത് ഖത്ത്, അവിടെ നിർത്ത്, അവിടെ നിർത്ത്, അത് മതി, ഇനി അങ്ങോട്ട് പറയരുത്, ഇനി ബാക്കി പറയരുത്. എന്തേ? ഇനി അങ്ങോട്ടാണ് ഷിർക്കിന്റെ വരികൾ. ഇനി അവർ അധികരിപ്പിക്കുന്ന വരിയിലാണ് ഷിർക്ക് കുടിയിരിക്കുന്നത്, ഷിർക്കിന്റെ വിശ്വാസമുള്ളത്. അതുകൊണ്ട് ലബ്ബൈക ലാ ശരീക ലക് എന്ന് പറയുമ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുമായിരുന്നത്രേ, ഖത്ത് ഖത്ത് എന്ന്, നിർത്തിക്കോ നിർത്തിക്കോ, ഇനി അധികരിപ്പിച്ച് പറയണ്ട എന്ന്. പിന്നെ അവര് പറയുന്നതാണ് ഈ ഭാഗം. അപ്പൊ അവർക്ക് അള്ളാഹുവാണ് ഖാലിഖ്, സൃഷ്ടാവ്, അള്ളാഹുവാണ് മാലിക്, ഉടമസ്ഥൻ, അള്ളാഹുവാണ് മുദബ്ബിർ, സർവ്വ നിയന്ത്രിക്കുന്നത് എന്നൊരു വിശ്വാസം അവർക്കുണ്ടായിരുന്നു. അവരതിനെ നിഷേധിച്ചിരുന്നില്ല. അവർ നിഷേധിച്ച എന്തിനാണ്? ആ അള്ളാഹുവിനെ മാത്രം ആരാധിക്കണം എന്നതിനെയാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല അവന്റെ ദീന് യഥാരൂപത്തിൽ മനസ്സിലാക്കാനുള്ള തൗഫീഖ് നമുക്ക് ഓരോരുത്തർക്കും ഏകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത്. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. ഊസീകും സാനിയൻ ബിതഖ്വല്ലാഹി അസ്സ വജൽ. അല്ലാഹു സുബ്ഹാനഹു വ തആലയെ സൂക്ഷിച്ചുകൊണ്ടും അവന്റെ വിധിവിലക്കുകളൊക്കെയും പാലിച്ചുകൊണ്ടും തന്നെ മരണം വരെയും ജീവിക്കാൻ പരിശ്രമിക്കണമേ എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിനുള്ള തൗഫീഖ് നമുക്ക് ഓരോരുത്തർക്കും ഏകി അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രിയ സഹോദരങ്ങളെ, മക്കാ മുശ്രിക്കുകൾ അല്ലാഹു സുബ്ഹാനഹു വ തആലയെ സൃഷ്ടാവാണോ അതല്ല എങ്കിൽ സാക്ഷാൽ ലോകത്തിന്റെ നിയന്താവാണ് എന്നതിനെയോ ഒന്നും നിഷേധിച്ചിരുന്നില്ല എന്നതിന് അനേകം സംഭവങ്ങളും ചരിത്രങ്ങളും ആയത്തുകളും ഖുർആനിൽ നിന്നുള്ള ആയത്തുകളും നമുക്ക് തെളിവാണ്. പിന്നെ അവര് നിഷേധിച്ചിരുന്നത് ഇതിനെയാണ്. അള്ളാഹുവിന് മാത്രമേ ആരാധനകൾ അർപ്പിക്കാവൂ, ആ അള്ളാഹുവിന് മാത്രമേ പ്രാർത്ഥിക്കാവൂ എന്നതിനെ അവർ അംഗീകരിച്ചില്ല. അവരുടെ പിതാക്കന്മാർ കൊണ്ടുവന്ന ആ ഒരു രീതി, അവരുടെ മുൻഗാമികൾ അവർക്ക് പരിചയപ്പെടുത്തി കൊടുത്ത ആ ഒരു രീതിയെ നിഷേധിക്കുന്നതിനെയാണ് അവർ സ്വീകരിക്കാതിരുന്നത്. ആ ഒരു ആദർശത്തെയാണ്. അതാണ് അവർ ചോദിച്ച അജഅലൽ ആലിഹത ഇലാഹൻ വാഹിദ, എല്ലാ ആരാധ്യന്മാരെയും കൂടെ നീ ഒന്നാക്കുകയാണോ എന്ന്. എല്ലാ സൃഷ്ടാക്കന്മാരെയും കൂടി ഒന്നാക്കുകയാണോ എന്നല്ല, എല്ലാ അന്നദാതാക്കന്മാരെയും കൂടി ഒന്നാക്കുകയാണോ എന്നല്ല. അജഅലൽ ആലിഹത ഇലാഹൻ വാഹിദ, എല്ലാ ഇലാഹുകളെയും കൂടി നീ ഒന്നാക്കുകയാണോ. ഒരൊറ്റ സംഭവം കൂടി പറഞ്ഞുകൊണ്ട്
ഞാൻ ഈ വിഷയം പൂർത്തീകരിക്കാം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ നടക്കുന്ന ഒരു സംഭാഷണമാണ്. ഒരു അറാബി എന്ന് പറഞ്ഞാൽ ഗ്രാമീണ അറബി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ വന്ന് നടത്തുന്ന ഒരു സംഭാഷണമുണ്ട്. അദ്ദേഹത്തിനോട് അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഖുർആനിൽ നിന്നൊരു ആയത്ത് ഓതി കൊടുക്കുകയാണ്. സൂറത്തുൻ നഹ്ൽ 16-ാം അധ്യായം 80-ാം വചനം. വല്ലാഹു ജഅല ലക്കും മിൻ ബുയൂതികും സകന. അള്ളാഹു സുബ്ഹാനഹു വ തആല നിങ്ങളുടെ വീടുകളിൽ നിങ്ങൾക്ക് താമസിക്കാനുള്ള സൗകര്യം ഏർപ്പെടുത്തി തന്നു. അപ്പൊ ഇത് കേട്ട ആറാബി നഅം, അതെ, അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് വീടുകളിൽ താമസിക്കാനുള്ള സൗകര്യം ഏർപ്പെടുത്തി തന്നിട്ടുണ്ട്. ശേഷം ബാക്കി അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പാരായണം ചെയ്തു. വജഅല ലക്കും മിൻ ജുലൂദിൽ അൻആമി ബുയൂത. കന്നുകാലികളുടെ തോലുകളിൽ നിന്ന് നിങ്ങൾക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല വീട്. അറാബികൾ, ഗ്രാമീണ അറബി എന്ന് പറഞ്ഞാൽ അവൾ നാടോടികളായി യാത്ര ചെയ്ത് ആടിനെ മേച്ചും മറ്റും ജീവിക്കുന്നവരാണ്. അവര് ടെന്റ് കെട്ടുന്ന അവരുടെ ചെറിയ തമ്പ് ഈ പറഞ്ഞതുപോലെ കന്നുകാലികളുടെ തോലും മറ്റും വെച്ചിട്ടാണ് അവരുണ്ടാക്കുന്നത്. അതുകൊണ്ട് ആറാബിക്ക് കാര്യം വളരെ കൃത്യമായി. ആറാബി പറഞ്ഞു നഅം, അള്ളാഹുവാണ് നമുക്ക് കന്നുകാലികളുടെ തോലുകൾ വീട് വെക്കാൻ വേണ്ടി തരപ്പെടുത്തി തന്നവൻ. ശേഷം ആയത്തിന്റെ ബാക്കി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഓതി തസ്തഖിഫൂനഹ യൗമ ദഅനികും വയൗമ ഇഖാമതികും വമിൻ അസ്വാഫിഹ വഔബാരിഹ വഅശ്ആരിഹ അസാസൻ വമതാഅൻ ഇലാ ഹീൻ. നിങ്ങൾ നാടോടികളായി യാത്ര ചെയ്യുന്ന അവസരങ്ങളിൽ നിങ്ങൾ അത് ഉപയോഗിക്കുന്നുണ്ട്. അതല്ലാതെ നിങ്ങൾ യാത്ര ചെയ്യാതിരിക്കുന്ന സന്ദർഭങ്ങളിലും ഈ രൂപത്തിലുള്ള ഉപകാരങ്ങൾ നിങ്ങൾ അതിൽ നിന്ന് എടുക്കുന്നുണ്ട്. അപ്പൊ അറബി പറഞ്ഞു നഅം. നിങ്ങൾ ആ ആടിന്റെ മുടി, രോമങ്ങൾ, ഒട്ടകങ്ങളുടെയും കോലാടുകളുടെയും ചെമ്മരിയാടുകളുടെയും രോമങ്ങളെ ഒരു അവധി വരെ നിങ്ങളത് ഉപയോഗിക്കുന്നു. വീട്ടുപകരണങ്ങളായും ഉപഭോഗ സാധനങ്ങളുമായൊക്കെ നിങ്ങളത് ഉപയോഗിക്കുന്നുണ്ട്. ഇത് നിങ്ങൾക്ക് സൗകര്യപ്പെടുത്തി തന്നവൻ അള്ളാഹുവാണ് എന്ന് പറഞ്ഞപ്പോൾ ആറാബി പറഞ്ഞു നഅം, അതെ. ശേഷം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ബാക്കി ഭാഗം ഓതി വല്ലാഹു ജഅല ലക്കും മിമ്മാ ഖലഖ ദിലാല. അള്ളാഹുവാണ് നിങ്ങൾക്ക് തണലുകളെ സൗകര്യപ്പെടുത്തി തന്നവൻ. ആറാബി, മരുഭൂമിയിൽ ജീവിക്കുന്ന ആ ആറാബിക്ക് തണലുകളുടെ വില നല്ലപോലെ അറിയാം. ആറാബി പറഞ്ഞു നഅം. ശേഷം പർവ്വതങ്ങളിൽ നിങ്ങൾക്ക് ഗുഹകളെ സൗകര്യപ്പെടുത്തുന്നവൻ അള്ളാഹുവാണ്. ആറാബി പറഞ്ഞു നഅം. ശേഷം ആയത്തിന്റെ ഭാഗം നിങ്ങൾക്ക് ചൂടിൽ നിന്ന് സംരക്ഷണത്തിന് വസ്ത്രം നൽകിയവൻ അള്ളാഹുവാണ്. ആറാബി പറഞ്ഞു നഅം. യുദ്ധത്തിൽ പങ്കെടുക്കാനുള്ള യുദ്ധത്തിന്റെ പടയെങ്കിൽ നിങ്ങൾക്ക് തലപ്പെടുത്തി തന്നവൻ അള്ളാഹുവാണെന്ന് ആയത്തിന്റെ ഭാഗം. ആറാബി പറഞ്ഞു നഅം. ശേഷം ബാക്കി അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഓതുകയാണ് കദാലിക യുതിമ്മു നിഅമതഹു അലൈക്കും ലഅല്ലക്കും തുസ്ലിമൂൻ. അപ്രകാരം അള്ളാഹു നിങ്ങൾക്ക് നിങ്ങളുടെ അനുഗ്രഹങ്ങൾ പൂർത്തീകരിച്ചു തരുന്നു. എന്തിനി? ലഅല്ലക്കും തുസ്ലിമൂൻ, നിങ്ങൾ അവന് വഴിപ്പെട്ട് അവന് മാത്രം ആരാധന ചെയ്ത് ജീവിക്കാൻ. അപ്പോൾ അറാബി ഇല്ല എന്ന് പറഞ്ഞുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് തിരിഞ്ഞുപോയി എന്നാണ്. ശേഷം അല്ലാഹു സുബ്ഹാനഹു വ തആല ആയത്തിറക്കി ഫൈൻ തവല്ലൗ ഫൈന്നമാ അലൈക്കൽ ബലാഗുൽ മുബീൻ. നീ അവർ തിരിഞ്ഞു കളയുന്ന പക്ഷം നബിയെ താങ്കളുടെ മേൽ വ്യക്തമായ പ്രബോധനം മാത്രമാണുള്ളത് എന്ന ആയത്തിറക്കി. അപ്പൊ സഹോദരങ്ങളെ നോക്കൂ, ഒരു ആറാബി വന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സംസാരിച്ചപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ അള്ളാഹുവിന്റെ പ്രവർത്തനങ്ങളെ പരിചയപ്പെടുത്തിയപ്പോൾ അതിനെയൊക്കെ അംഗീകരിച്ചു. അതിനൊക്കെ നഅം 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 എന്ന് മറുപടി നൽകി. അപ്പൊ അള്ളാഹുവിന്റെ പ്രവർത്തനങ്ങളെ അവർ നിഷേധിച്ചിരുന്നില്ല. അള്ളാഹു ഉണ്ട് എന്നതിന് അവർ നിഷേധിച്ചിരുന്നില്ല. എന്നാൽ ആ അള്ളാഹുവിന് മാത്രമേ നമ്മൾ ആരാധിക്കാവൂ. നമ്മുടെ പ്രവർത്തനം, നമ്മുടെ ആരാധന അത് ആ അള്ളാഹുവിന് മാത്രമേ കൊടുക്കാവൂ എന്നതിനെയാണ് അവർ നിഷേധിച്ചത്. അവിടെയാണ് ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ പ്രസക്തി. അതാണ് ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ അർത്ഥം. ആ ആരാധനകൾ അള്ളാഹുവിന് മാത്രമേ നമ്മൾ അർപ്പിക്കൂ എന്നതാണ് ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ ഉദ്ദേശം. അതാണ് നമ്മൾ പറയുമ്പോൾ നമ്മുടെ മനസ്സിൽ വരേണ്ടത്. ലാ ഇലാഹ, ഒരു ആരാധ്യനുമില്ല, ആരാധനയ്ക്ക് അർഹനായ ഒരു ആരാധ്യനുമില്ല ഇല്ലല്ലാഹ്, അള്ളാഹു അല്ലാതെ എന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല ആ കലിമത്തു ഷഹാദയുടെ ഉദ്ദേശം മനസ്സിലാക്കി അതിനുവേണ്ടി മഹാന്മാരായ മുൻഗാമികൾ അതിനുവേണ്ടി ജീവൻ അർപ്പിച്ചവരാണ്. ഇൻഷാ അല്ലാഹ് നമുക്കത് സംസാരിക്കാം. ലാ ഇലാഹ ഇല്ലല്ലാഹയ്ക്ക് വേണ്ടി അവരുടെ ജീവനേക്കാൾ അവർ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കെലിമത്തിന്റെ ആശയത്തിന് അവർ പ്രാധാന്യം കൊടുത്തു എന്നാണ്. അവരുടെ ജീവൻ നഷ്ടപ്പെടുമെന്ന് കണ്ടാലും ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ ആദർശത്തിന്, ഈ ഒരു കെലിമത്ത് അറിയിക്കുന്ന ആശയത്തിന് അവര് തരം താഴ്ന്ന് കണ്ടിട്ടില്ല. അതിനെ വിട്ടുകൊടുക്കാൻ അവർ തയ്യാറായിട്ടില്ല, അവരുടെ ജീവൻ ത്യജിച്ചാലും. അങ്ങനെ നമ്മിലേക്ക് മാറി വന്നതാണ് സഹോദരങ്ങളെ ഈ ലാ ഇലാഹ ഇല്ലല്ലാഹ്. അത് അപ്രകാരം കാത്തു സൂക്ഷിക്കാൻ നമുക്കും കഴിയണം.
അള്ളാഹു അനുഗ്രഹിക്കട്ടെ. ആ കെലിമത്ത് ഉച്ചരിച്ചുകൊണ്ട് ആ കെലിമത്തിന്റെ യഥാർത്ഥ ഉദ്ദേശവും ആശയവും മനസ്സിൽ വിശ്വസിച്ചുകൊണ്ട് മരിക്കാനുള്ള തൗഫീഖ് അള്ളാഹു നമുക്ക് ഓരോരുത്തർക്കുമേകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മിൽ നിന്ന് ശാരീരികമായും മാനസികമായും സാമ്പത്തികമായും പ്രയാസം അനുഭവിക്കുന്ന നമ്മുടെ സഹോദരങ്ങൾ അള്ളാഹു സുബ്ഹാനഹു വ തആല അവരുടെ എല്ലാ രൂപത്തിലുള്ള പ്രയാസങ്ങൾ മാറ്റി പരിപൂർണ്ണ ആഫിയത്ത് അള്ളാഹു സുബ്ഹാനഹു വ തആല അവർക്ക് ഓരോരുത്തർക്കും മേഖല അനുഗ്രഹിക്കട്ടെ. ജോലിയില്ലാതെ ബുദ്ധിമുട്ടുന്ന നമ്മുടെ സഹോദരങ്ങൾ അള്ളാഹു സുബ്ഹാനഹു വ തആല അവർക്ക് ഹലാലായ ജോലി പ്രദാനം ചെയ്യട്ടെ. കുടുംബത്തിൽ നമ്മുടെ ഭാര്യയിൽ നിന്നും നമ്മുടെ മക്കളിൽ നിന്നും അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് കൺകുളിർമ പ്രദാനം ചെയ്യട്ടെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് والأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات. اللهم أجرنا من النار، اللهم أجرنا من النار، اللهم أجرنا ولوالدينا ولأساتذتنا من النار. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا، ربنا تقبل منا، ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. آمين آمين برحمتك يا أرحم الراحمين.